ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓട്സിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ. അതിനായിട്ട് 1 കപ്പ് ഓട്സ് ഇതുപോലെ ഒരു ചീനച്ചട്ടിയിൽ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ അല്ലെങ്കിൽ നെയ്യ് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതുകൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറികളിലൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു ചെറിയ തക്കാളിക്ക, ചെറിയൊരു പീസ് ക്യാരറ്റ്, ക്യാപ്സിക്കം ഇത്രയും അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു മുളകേ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ. നമുക്കിഷ്ടമുള്ള പച്ചക്കറികൾ ഇതിനകത്തേക്ക് ബീൻസ്, അങ്ങനത്തെ ക്യാബേജ് എന്ത് വേണേലും നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഒന്നുകൂടി ഈ പച്ചക്കറിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ഓട്സ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓട്സ് ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഓട്സ് കട്ടിയായി പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഓട്സൊക്കെ സൈഡിലേക്കാക്കി സെൻട്രലായിട്ട് നമുക്ക് 2 മുട്ട കൂടെ ചേർത്ത് മുട്ട ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് 2 നുള്ളുപ്പ് കൂടെ ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ഓട്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം.